Malabar Gold and Diamonds presents Nuva, nature's finest creations. നിർദ്ദിഷ്ട ആലുവ കോതമംഗലം റോഡിന്റെ അലൈൻമെന്റ് അശാസ്ത്രീയവും പ്രായോഗികവുമല്ലാത്തതുമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂ ഉടമകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് രംഗത്തു വന്നു. ആലുവ പുളിഞ്ചോട്ടിൽ നിന്നും ആരംഭിച്ച് മൂന്നാറിന് പോകുന്ന ഈ നിർദ്ദിഷ്ട 4-വരിപ്പാത കോതമംഗലം അരമനപ്പടിയിലാണ് അവസാനിക്കുന്നത്. നിർദ്ദിഷ്ട ആലുവ കോതമംഗലം റോഡിന്റെ അലൈൻമെന്റ് അശാസ്ത്രീയവും പ്രായോഗികമല്ലാത്തതുമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂ ഉടമകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് രംഗത്തു വന്നു. ആലുവ പുളിഞ്ചോട്ടിൽ നിന്ന് ആരംഭിച്ച് മൂന്നാറിന് പോകുന്ന ഈ നിർദ്ദിഷ്ട 4-വരിപ്പാത കോതമംഗലം അരമനപ്പടിയിലാണ് അവസാനിക്കുന്നത്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ അലൈൻമെന്റ്, കൃത്യമായി നടത്തപ്പെടാത്ത സാമൂഹ്യാഘാത പഠനം, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ഭൂ ഉടമകളുടെയും വ്യാപാര സ്ഥാപന ഉടമകളുടെയും അവകാശ സംരക്ഷണം തുടങ്ങിയ പ്രശ്നങ്ങളാണ് നിർദ്ദിഷ്ട പാത ഉയർത്തുന്നത്. അശാസ്ത്രീയതകൾ പരിഹരിച്ച ശേഷമേ റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സുതാര്യത പാലിക്കണമെന്നും ഭൂ ഉടമകളുടെയും വ്യാപാരികളുടെയും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഭാവിയിൽ വരാൻ പോകുന്ന കേരളത്തിൻ്റെ വികസനത്തിന് 4-വരിപ്പാത അനിവാര്യമായതുകൊണ്ട് ഞങ്ങൾ അതിനോട് വളരെയധികം സഹകരിക്കുന്നു, എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇതിനുണ്ടാകുന്ന ഒരു 3-4 കാര്യങ്ങളിൽ വളരെയധികം ആശങ്കയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ 3-4 കാര്യങ്ങൾ വളരെ ആശങ്കയുണ്ട്. ഒന്ന്, ഇതിൽ കൂടി 100 കണക്കിന് ബസ്സുകൾ പോകുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളുണ്ട്, KSRTC ബസ്സുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾസ് ഉണ്ട്, ചെറുകിട വാഹനങ്ങളുണ്ട്. പ്രതിദിനം ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന, മിനിറ്റുകളിൽ 10-15 വാഹനം ഒരേ സമയത്ത് കടന്നു പോകുന്ന റോഡാണ്. ഇതിൻ്റെ ഇരുവശത്തും ആളുകൾ താമസിക്കുന്നു, ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിന് ബസ് വേ ഒരു സ്ഥലത്തും കാണിച്ചതായിട്ട് കാണുന്നില്ല. ബസ് വേക്ക് വേണ്ടി പ്രത്യേക സ്ഥലവും ഇവർ കാണിക്കുന്നില്ല. ബസ് നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ വെറും 2 വരി മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ പ്രത്യേകത സർവീസ് റോഡ് ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. 23 മീറ്റർ വീതിയിൽ ഈ പാതയെടുക്കുമ്പോൾ 2 മീറ്റർ വീതം ഇരുവശത്തും കാനകൾക്ക് പോയി 2 മീറ്റർ സെൻറ്ററിൽ മീഡിയനും പോയി കഴിയുമ്പോൾ വെറും 17 മീറ്ററിൽ 4-വരിപ്പാത ഇവർ കൊണ്ടുപോവുകയാണ്. ഇത് വലിയ അപകടമാണ്. ഒരു വണ്ടി കേട് വന്നാൽ, ഒരു വണ്ടി അപകടമുണ്ടായാൽ ഈ വണ്ടി മാറ്റിയിടുവാനുള്ള സ്റ്റോറേജ് പ്ലേസ് പോലും ഇതിലില്ല. ആലുവ മൂന്നാർ റോഡിൻ്റെ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീടുകൾ ഇതിൽ നഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് കോതമംഗലം ബൈപ്പാസ് തങ്ങളത്ത് നിന്ന് മലയങ്കിലേക്ക് വരുന്ന ഭാഗത്ത് വെച്ച് ബ്ലൂ മൂൺ ഓഡിറ്റോറിയം കഴിയുമ്പോൾ നേരെ ഒരു പുതിയ നിർമ്മാണ പ്രവൃത്തിയുണ്ട്. അവിടെ ഏതാണ്ട് 6ഓളം വീടുകൾ ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ശരിക്കും അതിന് തിട്ടുപിറയിലൂടെ പോവുകയാണെങ്കിൽ വേക്കൻ ലാൻഡ് ഉണ്ട്. അതിലൂടെ ഈ ബൈപ്പാസ് കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6 വീടുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏരിയൽ സർവേയുടെ ഭാഗമായി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഈ അലൈൻമെന്റ് തീർച്ചയായിട്ടും ഒരു ജനവിരുദ്ധ, അല്ലെങ്കിൽ എന്താ പറയുക, ഒട്ടേറെ പേർക്ക് കഷ്ടത ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അത് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെ അതിനെപ്പറ്റി ഒരു നടപടി ഉണ്ടായതായി ഞങ്ങൾക്ക് അറിവില്ല. ഈ ബൈപ്പാസ് വരുന്നത് വഴി ഞങ്ങളുടെ സൈഡിൽ ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്ന എൻ്റെ ബേക്കറിയുടെ 3 ഷട്ടർ ഫുള്ളായിട്ട് പോകും. ആ ബൈപ്പാസ് വരുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ടാൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഒഴിവാക്കി തരാൻ സാധിക്കും. അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പാർക്കിങ് എന്നുള്ള സൗകര്യങ്ങളില്ല. കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കോമ്പൻസേഷൻ തരുന്ന കാര്യം ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. എത്ര കിട്ടുമെന്നോ, നാഷണൽ ഹൈവേയുടെ റോഡ് എടുത്തു പോകുന്ന പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വളരെ ചെറിയ തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ആലുവ കോതമംഗലം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കോതമംഗലം താലൂക്കിലെ ഭൂ ഉടമകളുടെയും വ്യാപാര സ്ഥാപന ഉടമകളുടെയും പ്രദേശവാസികളുടെയും ആശങ്കകളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ പൊതുയോഗം നെല്ലിക്കുഴി കനാൽ പാലം സെൻഹ അരീന കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. യോഗത്തിൽ TJ ജോർജ് ചെയർമാനായും റിസ്വാൻ കോയ ജനറൽ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. മൊബൈൽസ് PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.